ഇപ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSS ഉയർത്തിക്കാണിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നയാളുമായ പൂജനീയ യോഗി ആദിത്യനാഥ് ജിയുടെ ആശംസാ സന്ദേശം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. സന്ദേശം വായിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയും ഈ സർക്കാരിന്റെ ഐശ്വര്യവും CPIM നേതാവും ഭാവിയിൽ ഇടതുപക്ഷത്തിന് അധികാരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോഴത്തെ CPM-ന് പരിഗണിക്കാൻ സർവ്വതാ യോഗ്യനുമായ ശ്രീ VN വാസവൻജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് പൊതുവിൽ രാഷ്ട്രീയ നേതാക്കളോട് ഇത്തിരി ബഹുമാനം കുറവാണ് എന്ന് എന്റെ ചില സുഹൃത്തുക്കൾ എന്നെ അറിയിക്കുകയുണ്ടായി. എന്റെ വാക്കുകൾ കേട്ടിട്ടാകണം അവർ ആ നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എനിക്ക് ഒരു തരത്തിലുള്ള ബഹുമാനക്കുറവും ഈ രാഷ്ട്രീയ നേതാക്കളോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടോ, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയോടോ, ബഹുമാനപ്പെട്ട മറ്റു മന്ത്രിമാരോടോ ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടി ബഹുമാന സൂചകമായി ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന ആളുകളുടെ പേരിന് നേരെ ജി ചേർത്താണ് പറയുക എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ഇനി ആശംസാ സന്ദേശം വായിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻജി വേദിയിലെത്തുന്നു. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാം. ഡിയർ ശ്രീ VN വാസവൻജി, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devaswam Board. Lord Ayyappa is the divine protector of Dharma. His worship illuminates the path of righteous living and inspires the devotees of promote and preserve sattvic values for strengthening harmony, inclusivity and unity. It is necessary to spread ancient Indian wisdom and traditions. In this perspective, Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, യോഗി ആദിത്യനാഥ്. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി പ്രകാശനമാണ് ആദിത്യനാഥ് ജി തന്റെ കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യം നിറവേറ്റട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ആനന്ദലബ്ധിക്ക് ഇനി മറ്റൊന്നും വേണമെന്ന് തോന്നുന്നില്ല. യോഗി ആദിത്യനാഥ് ജിയെ എന്തിനാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് എന്റെ ഒരു ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് യോഗി ആദിത്യനാഥ് ജി ആരാണ് എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തെ ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ മറ്റൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. അത്ര പഴകിയ പോസ്റ്റ് അല്ല, തീരെ പുതിയതുമല്ല. പഴകിയതാണോ പുതിയതാണോ എന്നതല്ല, വിഷയം ഒട്ടും പഴകിപ്പോയിട്ടില്ല. അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്നതുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം മതിയാകും ആരാണ് യോഗി ആദിത്യനാഥ് ജി എന്നറിയാൻ. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. വർഗീയ കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്ന ആരോപണം നേരിടുന്ന യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. വർഗീയ കലാപങ്ങളുടെയും അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും പ്രതീകമായിരുന്നു യോഗി ആദിത്യനാഥ് എന്നും. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്ന മതസൗഹാർദ്ദത്തെ തകർക്കാൻ സാധിക്കുന്നതാണ്. 2007 വർഗീയ കലാപങ്ങളുടെ ഒരു നിരക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാനെ ഒരു പാകിസ്ഥാൻ തീവ്രവാദി സംഘടനയുടെ തലവനായ ഹാഫിസ് മുഹമ്മദുമായി താരതമ്യപ്പെടുത്തുന്ന അറ്റം വരെ അദ്ദേഹം പോയിട്ടുണ്ടെന്ന് മറന്നുകൂടാ. മദർ തെരേസ, അമീർ ഖാൻ തുടങ്ങി നമ്മൾ ബഹുമാനിക്കുന്ന നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കളെ താറടിച്ചു കാണിച്ചിട്ടുള്ള ആളാണ് യോഗി ആദിത്യനാഥ്. സൂര്യ നമസ്കാരം അനുഷ്ഠിക്കാത്തവരോട് പാകിസ്ഥാനിലേക്ക് പോകാനും ഇദ്ദേഹം പറയുകയുണ്ടായി. അയോധ്യ വിഷയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവെന്ന് തോന്നിയ സന്ദർഭത്തിൽ വിഷം വമിക്കുന്ന വർഗീയ പ്രചാരണത്തിലൂടെ BJP അജണ്ടയുടെ മുൻനിരയിലേക്ക് അയോധ്യയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് യോഗി ആദിത്യനാഥാണ്. ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസത്തിന്റെ നേതാവായ യോഗി ആദിത്യനാഥ് ദളിതരുടെയും പിന്നോക്ക വിഭാഗത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് എന്നും അവജ്ഞ പുലർത്തിയിരുന്നു. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ വർഗീയ കലാപത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന രീതി തുടരുമെന്ന സന്ദേശമാണ് BJP രാജ്യത്തിന് നൽകുന്നത്. ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും അത്രമാത്രം പുച്ഛമുള്ള ഒരു പാർട്ടിക്ക് മാത്രമേ ഇത്തരത്തിലൊരു വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചു. ഇതിലെ ഒരു വാചകം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. വർഗീയ കലാപങ്ങളുടെയും അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും പ്രതീകമായിരുന്നു എന്നും യോഗി ആദിത്യനാഥ്. ഈ യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയാണ്
അഥവാ അദ്ദേഹത്തിന്റെ ആശംസാ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ആഹ്ലാദാതിരകത്തോടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻജി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് എഴുതിയ ആളെ നിങ്ങൾ അറിയും. അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പോസ്റ്റ് എഴുതിയിട്ടുള്ളത്. എഴുതിയ ദിവസം തീയതി 2017 മാർച്ച് 19. യോഗി ആദിത്യനാഥ് വെറുപ്പിന്റെ പ്രതീകമാണ്. യോഗി ആദിത്യനാഥ് വർഗീയ കലാപങ്ങൾക്ക് പ്രേരണ നൽകിയ ആളാണ്, അസഹിഷ്ണുതയുടെ വക്താവാണ് എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ ഉദ്ഘാടകനായ അതേ വേദിയിലേക്കാണ് യോഗി ആദിത്യനാഥ് ക്ഷണിക്കപ്പെട്ടത്. യോഗി ആദിത്യനാഥിനെ എന്തിനു ക്ഷണിച്ചു എന്ന ചോദ്യമല്ലേ നമ്മൾ തുടക്കത്തിൽ ഉന്നയിച്ചത്. എന്തിനാണ് ക്ഷണിച്ചത് എന്നതിനെ കുറിച്ച് CPM-ന്റെ നടപ്പുകാല രാഷ്ട്രീയത്തെ കുറിച്ച് ബോധ്യമുള്ള ആർക്കും ഉത്തരം തേടി അലയേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ട് വെള്ളാപ്പള്ളി നടേശനെ ആത്മസുഹൃത്തായി കണ്ട് വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം വാഹനത്തിൽ പമ്പയിൽ കൊണ്ടിറക്കി താൻ ഏത് പക്ഷത്താണ് എന്ന്, തന്റെ നിലപാട് എന്താണ് എന്ന് പരസ്യമായി പറയാതെ പറഞ്ഞ പിണറായി വിജയൻ ഉദ്ഘാടകനായ വേദിയിലേക്ക് അതിഥിയായി ക്ഷണിക്കപ്പെടാൻ സർവദാ യോഗ്യനാണ് യോഗി ആദിത്യനാഥ് ജി എന്ന് ഞാൻ കരുതുകയാണ്. യോഗി ആദിത്യനാഥിന് വരാൻ കഴിയാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ ജിയുടെ വേദിയിൽ അദ്ദേഹം എത്താതിരുന്നതും ഒരു ആശംസാ സന്ദേശം എഴുതി അയക്കുകയും സന്തോഷപൂർവ്വം നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിജി അത് വേദിയിൽ വായിക്കുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ എത്തുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നാണ്? ഞാൻ മുമ്പ് വായിച്ച ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയാം. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിന് പുറത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്നത്. മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തർ വരാറുണ്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ധാരാളം മലയാളികളുണ്ട് എന്നതുകൊണ്ട് ഒരു പക്ഷേ മലയാളികൾ തന്നെ ആയിരിക്കാം വരുന്നത്, ഇനി മഹാരാഷ്ട്രക്കാർ തന്നെയായ ആളുകളുമായിരിക്കാം. പക്ഷെ യു പിയിലെ ഹൈന്ദവ മതവിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായല്ല ശബരിമല കണക്കാക്കപ്പെടുന്നത്. അവിടങ്ങളിലെല്ലാം ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ചെറുതും വലുതുമായ ഹൈന്ദവ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, UP ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആരും ശബരിമലയിലേക്ക് തീർത്ഥാടനം ലക്ഷ്യമിട്ട് വരാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ എന്റെ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കണക്കുണ്ടെങ്കിൽ ഇതിന്റെ താഴെയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കൾ, സുഹൃത്തുക്കൾ അവർ പറയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. UP നിന്ന് കേരളത്തിലേക്ക് ശബരിമലയിലേക്ക് തീർത്ഥാടകർ, ഹൈന്ദവ മതവിശ്വാസികൾ വരാറില്ല എന്നിരിക്കെ എന്തിനാണ് UP മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ സർക്കാർ നടത്തുന്ന, ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന CPM-ന്റെ PB അംഗം ഉദ്ഘാടകനായ വേദിയിലേക്ക് മന്ത്രി വാസവൻ ക്ഷണിച്ചിട്ടുള്ളത്? അതെന്ത് താല്പര്യത്തോടു കൂടിയായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് പറയാം. എന്റെ സംസാരത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗി ആദിത്യനാഥ് ജി കടന്നു വന്നേക്കും എന്നതുകൊണ്ടായിരിക്കുമോ? അങ്ങനെയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി കുറച്ചു കാലങ്ങളായി CPM സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വളരെ വലിയ തോതിൽ താതാത്മ്യപ്പെടുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വഴിപ്പെടുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി CPM പയറ്റി വരുന്നുണ്ട്. അതിന്റെ തുടർച്ചയിലാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് എന്നും പറയാവുന്നതാണ്, അല്ലെങ്കിൽ കരുതാവുന്നതാണ്. ഏതായിരുന്നാലും യോഗി ആദിത്യനാഥ് ജിയെ ക്ഷണിച്ചത് എന്തിനാണ് എന്ന് പിണറായി വിജയൻ ജിക്കും മന്ത്രി VN വാസവൻജിക്കും മാത്രമേ അറിയൂ എന്ന് ഞാൻ കരുതുന്നില്ല. അറിയുന്ന വേറെയും ആളുകളുണ്ടാവാം, പാർട്ടി സഖാക്കൾ ഉണ്ടാവാം. പാർട്ടി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നും പാർട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും ആ ചെയ്യുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് എന്നും ആ ചെയ്യുന്നതിലെ യുക്തി എന്താണ് എന്നും ഒക്കെ എനിക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ പാർട്ടിയിൽ അംഗമല്ലാത്തത് കൊണ്ടായിരിക്കാം സഖാക്കൾ ചെയ്യുന്ന, പാർട്ടി ചെയ്യുന്ന പലതും എനിക്ക് മനസ്സിലാകാറില്ല. പലതിന്റെയും രാഷ്ട്രീയം എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്യാറില്ല. പലതും വേണ്ടതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഈ സംശയങ്ങൾ ഒന്നുമില്ലാതെ പാർട്ടി പറയുന്നതാണ് ശരി എന്ന് കരുതുന്ന, പാർട്ടി ചെയ്യുന്നതാണ് അംഗീകരിക്കേണ്ടത്, അത് മാത്രമേ അംഗീകരിക്കാവൂ എന്ന് കരുതുന്ന ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടാണ് ചോദിക്കുന്നത്, യോഗി ആദിത്യനാഥിന് കേരളത്തിൽ എന്താണ് കാര്യം? കേരളത്തിനെതിരെ നിരന്തരമായി വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് UP ഒരിക്കൽ പ്രസംഗിച്ചത് തന്നെയും നിങ്ങൾ കേരളത്തെ മാതൃകയാക്കരുത് എന്നുള്ളതാണ്. കേരളത്തെ പോലെ പിന്നോക്കമായി പോകുമെന്ന് അവിടുത്തെ ജനങ്ങളോട് പ്രസംഗിച്ചതും ആ പ്രസംഗം എടുത്തുദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയതും ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തെ നിരന്തരമായി ആക്ഷേപിക്കുന്ന, കേരളത്തോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന, കേരളത്തെ മാതൃകയാക്കരുത് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് ജിയെ എന്തിനാണ് CPM-ന്റെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയിലേക്ക് അതിഥിയായി ക്ഷണിച്ചത്? എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ആശംസാ വാചകം ആ വേദിയിൽ അവതരിപ്പിച്ചത്? എന്തിനു വേണ്ടിയാണ് വായിച്ചത്? ആ വായിച്ചതിൽ ആർക്കും പ്രത്യേക അസ്വസ്ഥതയൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ്?
യോഗി ആദിത്യനാഥ്ജിയെ കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ ഇരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻജി പമ്പയിലെ സമ്മേളന നഗരിയിലേക്ക് എത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി എന്താണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. വാ തുറന്നാൽ വർഗീയത, ക്രിസ്ത്യൻ വിരുദ്ധത, മുസ്ലിം വിരുദ്ധത, മലപ്പുറം വിരുദ്ധത, ഇങ്ങനെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുന്ന സംഘപരിവാറിന്റെ അജണ്ടകളുടെ എല്ലാം നടത്തിപ്പുകാരനായി വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കാണുകയാണ്. കോട്ടയത്ത് എന്നാൽ ക്രിസ്ത്യൻ വിരുദ്ധത പറയും, കോഴിക്കോട്ടോ മലപ്പുറത്തോ വന്നാൽ മുസ്ലിം വിരുദ്ധത പറയും. ഇങ്ങനെ സംസാരിച്ച് ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്ന സംഘപരിവാറിന്റെ ഏതാണ്ട് എല്ലാ അജണ്ടകളും വെള്ളാപ്പള്ളി നടേശനിലൂടെ നടപ്പാക്കപ്പെടുന്നു എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, വെള്ളാപ്പള്ളി നടേശൻജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻജിയെ വേദിയിലേക്ക് തന്റെ കാറിൽ, ഔദ്യോഗികമായ കാറിൽ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടുവരുമ്പോൾ ശ്രീ പിണറായി വിജയൻജി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, ചപ്പാത്തി കഴിക്കുന്ന ആളുകൾക്കും മനസ്സിലാകും, ഗോതമ്പിന്റെ വിഭവങ്ങൾ കഴിക്കുന്ന ആളുകൾക്കും മനസ്സിലാകും. അതിന് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ തേടി പോകേണ്ടതില്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകനെ തേടി പോകേണ്ടതുമില്ല. വെറുപ്പിന്റെ ആശയങ്ങൾ നിരന്തരമായി പറയുന്ന, വർഗീയത പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന ഒരാളെ തന്റെ ഔദ്യോഗിക കാറിൽ കൊണ്ടുവന്ന് സമ്മേളന നഗരിയിൽ എത്തിക്കുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ ലൈൻ ഇനി ഇതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. നോക്കൂ, സംസ്ഥാനത്ത് കേസുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്നെയും പലപ്പോഴായി അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഒരു കേസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളെ, വർഗീയമായ വിദ്വേഷ പ്രചാരണങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ ഈ തന്റെ കാറിൽ കയറ്റി കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി തന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് പച്ചയായി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാകാത്ത ചില ആളുകൾ ഉണ്ടാകും. അത് മനസ്സിലാകാത്തവരോട് തർക്കിക്കാനും സംവദിക്കാനും ഒന്നുമില്ല. കാരണം എല്ലാ സംവാദങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടാണ് അവർ ന്യായീകരണ തൊഴിലാളികളായി മാറിയിട്ടുള്ളത്. അവർ ന്യായീകരണ തൊഴിലാളികളായി തുടരട്ടെ. പക്ഷെ ജനങ്ങൾക്ക് കാര്യം ബോധ്യമാകുന്നുണ്ട്. അരിയാഹാരം മാത്രമല്ല, എല്ലാ ആഹാരവും കഴിക്കുന്ന ജനങ്ങൾ കേരളത്തിലുണ്ട്. അവർക്ക് തിരിയാൻ മാത്രമുള്ള സന്ദേശങ്ങൾ ഇന്നലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ യോഗി ആദിത്യനാഥ്ജിയുടെ പ്രസ്താവന വായിച്ചതോടെയും വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടു വന്നതോടെയും മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകാത്ത ആളുകൾക്ക് ഒരു കാലത്തും മനസ്സിലാകാൻ പോകുന്നില്ല. മനസ്സിലായ ആളുകൾക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു മനസ്സിലാക്കൽ ആവശ്യവും ഇല്ല.